നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിലേക്ക് വരാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കർണഭക്ഷിക്കും. ദാവീദിൻ്റെ വംശത്തിൽ നിന്നും വന്ന മറിയം, ആ മറിയത്തിൽ നിന്നും ജന്മമെടുക്കാൻ പോകുന്ന യേശു അവളുടെ ഗർഭത്തിലാണ്. ആ യേശുവിനെ കുറിച്ച് മറിയം പറയുകയാണ്, എൻ്റെ ആത്മാവ് കർത്താവിനിൽ ആനന്ദിക്കുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. ഈ യേശുവിനെ മറിയം വിളിക്കുന്നത് അവളുടെ രക്ഷകനായിട്ടാണ്. ആ മറിയവും ഈ രക്ഷകനെ വിളിക്കുന്നത് കർത്താവെന്ന. നേരത്തെ യേശു ഫരിസേയന്മാരോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നു ഈ ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന്. അങ്ങനെ ദാവീദിന്റെ പുത്രനാണെങ്കിൽ എന്തുകൊണ്ട് ദാവീദ് ഈ ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുന്നു? എന്തുകൊണ്ട് മറിയം ഈ ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുന്നു? എന്തുകൊണ്ട് ഈ മറിയം ഈ ക്രിസ്തുവിനെ എൻ്റെ രക്ഷകൻ എന്ന് വിളിക്കുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്ന യേശു ശരിയായ യേശു ആണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആരെയും വേദനിപ്പിക്കുവാനോ വിമർശിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ അല്ലേ പറയുന്നത്. യഥാർത്ഥ യേശു നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടിയാണ്. ആ വിധത്തിൽ കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ യേശു നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയാലേ യഥാർത്ഥമായ രക്ഷയിലേക്ക് കടന്നു സാധിക്കത്തുള്ളൂ. മത്തായിയുടെ 16-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ യേശു ശിഷ്യന്മാരടക്കം വന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മനുഷ്യര് എന്നെക്കുറിച്ച് എന്തു പറയുന്നു? അവിടെ വചനം പറയുന്ന 2 തരത്തിലുള്ള ആൾക്കാരെയാണ്. യേശു ശിഷ്യന്മാരടക്കം വന്നിട്ട് ചോദിക്കുകയാണ്, മനുഷ്യർ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? അപ്പം മനുഷ്യരെന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള മനുഷ്യർ, ആദത്തിൽ നിന്ന് പറഞ്ഞ എല്ലാ മനുഷ്യരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൂട്ടം മനുഷ്യരെ വചനം ശിഷ്യന്മാരെന്നുള്ള പദവി വിളിക്കുന്നു. ശിഷ്യന്മാരാരാണ്? ദൈവവചനത്തിൽ മാത്രം ജീവിക്കുന്നവർ, ദൈവവചനത്തിൽ മാത്രം അവരുടെ ജീവിതം സമർപ്പിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ജനം, യേശുവിൻ്റെ അനുയായികൾ, ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. ആ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എൻ്റെ ശിഷ്യന്മാരാകാത്ത മനുഷ്യർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പം അവർ പറഞ്ഞു, ചിലർ പറയുന്നു നീ ജെറമിയാണ്, ചിലർ പറയുന്നു നീ ഏലിയ പ്രവാചകനാണ്, ചിലർ പറയുന്നു നീ സ്നാപയോഹന്നാനാണ്, ചിലർ പറയുന്നു നീ ഏതോ ഒരു പ്രവാചകനാണ്. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നാൽ ഞാനാരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടി പത്രോസ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഒരു മനുഷ്യൻ പത്രോസ്, വലിയ വിദ്യാഭ്യാസം ഉണ്ടോ? കടലിലെ മീൻ പിടിച്ചുകൊണ്ടിരുന്നവൻ. ഒരു വിദ്യാഭ്യാസം ഒരുപക്ഷെ ഉണ്ടായത് കാണുകയില്ല. അവൻ്റെ സ്വാഭാവികമായ ബുദ്ധി ഉപയോഗിച്ച് ആ ചോദ്യത്തിന് കൊടുക്കേണ്ട ഉത്തരം എന്നതാണ്. ഒന്നെങ്കിൽ ഈ ഫരിസേയന്മാരെ പോലെ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ നേരത്തെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഫരിസേയന്മാർ നേരത്തെ പറഞ്ഞതുപോലെ പറയേണ്ടതായിരുന്നു, നീ ദാവീദിന്റെ പുത്രനാണ്. അല്ലെങ്കിൽ ആ ദാവീദിന്റെ വംശത്തിൽ നിന്നും പിറന്നു വന്ന മറിയത്തിൻ്റെ മകനല്ലേ?
നിന്റെ പിതാവ് ഔസേപ്പല്ലേ? അദ്ദേഹം ഒരു ആശാരിയല്ലേ? ഇതൊക്കെയല്ലേ പറയേണ്ടത്? സ്വാഭാവികമായിട്ട് ഇതല്ലേ പറയേണ്ടത്. അതിൽ കൂടുതൽ എന്നാ പറയണം? എല്ലാ മനുഷ്യരും പറഞ്ഞു, ഫരിസേയന്മാർ പറഞ്ഞു ദാവീദിന്റെ പുത്രനാണെന്ന്. ചില മനുഷ്യർ പറഞ്ഞു ജെറമിയ ആയിരിക്കും, ഏലിയ പ്രവാചകനായിരിക്കും, സ്നാപയോനായിരിക്കും. എന്നാൽ എന്തുകൊണ്ട് പത്രോസ് മാത്രം ഇതിനെല്ലാം വിപരീതമായിട്ട് ഒരു സംഗതി പറഞ്ഞു? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. അവിടെയാണ് യേശു പറഞ്ഞത്, പത്രോസേ നീ ഭാഗ്യവാൻ, ശിമയോനെ നീ ഭാഗ്യവാൻ. എന്തുകൊണ്ടെന്നാൽ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് നിന്റെ മാനുഷികമായ ബുദ്ധിയല്ല, നിന്റെ മാനുഷികമായ കാഴ്ചപ്പാടല്ല. ഇതൊരു സത്യം ഇന്ന് വരെ ഞാൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തത് നിനക്ക് വെളിപ്പെടുത്തി കിട്ടി. ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. സ്വർഗത്തിൽ നേരിട്ട് ആത്മാവായ ദൈവം അവൻ്റെ ആത്മാവിലേക്ക് സംസാരിച്ചു. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന ഔസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും മകനായ ഈ യേശു എന്ന് വിളിക്കപ്പെടുന്നവൻ, ഫരിസേയന്മാര് ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ യേശു ആരാണെന്ന് പത്രോസിന് മാത്രം ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ഈ യേശു, ഈ മനുഷ്യ ശരീരത്തിൽ നിൽക്കുന്ന ഈ യേശു, അവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ഈ ഒരു വെളിപാട് കിട്ടണം. ആ വെളിപാട് കിട്ടിയപ്പോഴാണ് പറഞ്ഞത്, പത്രോസേ നീ ഭാഗ്യവാൻ, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. അതിനാൽ ഞാൻ പറയുന്നു, ഈ പാറമേൽ, അതായത് നിനക്ക് കിട്ടിയ ഈ വെളിപാടാകുന്ന ഈ പാറമേൽ, നിന്റെ ഈ വെളിപാടിനാകുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. യേശു പറഞ്ഞു, യേശുവാകുന്ന ഞാൻ എൻ്റെ സഭ പണിയും. ഈ വെളിപാടാകുന്ന ഈ പാറമേൽ നഗര കവാടങ്ങൾ ആ സഭയുടെ മേൽ പ്രബലപ്പെടുകയില്ല. കാരണം ആ സഭയുടെ വെളിപാടാണ്. വെളിപാട് കിട്ടിയവൻ്റെ എതിരെ നഗര കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല. വെളിപാടില്ലാത്തവന് അവൻ്റെ വിശ്വാസം കാറ്റിലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. വെളിപാട് ആത്മാവിൽ അവൻ കണ്ടു, യേശു ആരാണെന്ന് കണ്ടു. ഇനി അത് കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിലും പരലോകത്തിലും ആർക്കും ആ വിശ്വാസം മാറ്റാൻ പറ്റത്തില്ല. ദൈവകൃപയാൽ അങ്ങനെ ഒരു വെളിപാട് എൻ്റെ കർത്താവ് എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും ഈ ഒരു സത്യം ഞാൻ വിട്ടുക തരത്തില്ല. യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ വെളിപാട്, അവൻ ആരാണെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി. ആ ഒരു വെളിപാട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കിട്ടണമേ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോ ഉള്ളതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരുങ്ങുക. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇത് പറയുമ്പോഴും ഇത് കേൾക്കുന്ന എല്ലാവരും എന്നെ സ്നേഹിക്കാറില്ല, എന്നോട് ദേഷ്യം തോന്നുക. എങ്കിലും ദേഷ്യം തോന്നുന്നവരെയും സ്നേഹിക്കുന്നവരെയും എന്നെ അംഗീകരിക്കാത്തവരെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സത്യം അറിയണമേ. ഈ സത്യം അറിഞ്ഞ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഈ വലിയ അനുഭവം, വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇതൊക്കെ പറയുക. അതിനുള്ള കൃപ കർത്താവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.